ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1148 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഒരു നല്ല റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. കാര്യം അതെനിക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഒരുപാട് സമയം കളയാതെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പോൾ ആ നിരയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ റോൺജ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഗുങ്കോയുടെ ആരോ ആ മരക്കൊമ്പിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവളെ എങ്ങനെ വിളിക്കുന്നുണ്ട്, റോൺജ നീ എങ്ങോട്ടേക്കാ പോകുന്നത്, നീ ഈ മരക്കൊമ്പിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴും എന്നൊക്കെ. ഇപ്പൊ ഇൽവ ആണെങ്കിൽ റോൺജയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ റോൺജ ആണെങ്കിൽ പറയുന്നുണ്ട് ഇത് ഭയങ്കര വിയേഡാണല്ലോ, എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നേ, ഇൽവ നീ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരക്കൊമ്പിൽ നിന്ന് ഇങ്ങി പുറത്തേക്ക് വന്നിട്ട് ആ ആരോയുടെ അറ്റത്താണ് റോൺജ നിൽക്കുന്നത്. ഇപ്പോൾ ഇൽവയാണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട്, റോൺജ നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്, നീ ഇപ്പൊ താഴേക്ക് വീണാൽ നേരെ അണ്ടർവേൾഡിലേക്കാണ് വീഴാൻ പോകുന്നത്, അവിടെ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ. ഇപ്പോൾ ഗുങ്കോ ആണെങ്കിൽ ആ ഡെൻഡൻ മുഷി കൂടെ സോമേഴ്സിനോട് പറയുന്നുണ്ട്, സോമേഴ്സ് ആദ്യത്തെ കുട്ടി വീഴാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് സോമേഴ്സ് പറയുന്നുണ്ട്, പെർഫെക്റ്റ്, അവളുടെ സൗണ്ട് ഈ എൽബാഫ് മുഴുവൻ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും 30 സെക്കൻഡ് സമയം തരാം. അതിനുള്ളിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ റോൺജ എന്ന് പറഞ്ഞ പെൺകുട്ടി മരക്കൊമ്പിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോൾ ജാറുൾ, നിങ്ങൾ എത്രയും വേഗം ഇവിടുത്തെ ആ സ്കൂളും ലൈബ്രറിയും കത്തിക്കാൻ ടീച്ചർമാർക്ക് ഓർഡർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സോമേഴ്സ് പറഞ്ഞത് കേട്ടിട്ട് ഈ ജയൻസ് പരസ്പരം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത്, എത്രായിരം വർഷങ്ങളായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ലൈബ്രറിയാണ്, അത് കത്തിക്കണമെന്നാണോ ഇവൻ പറയുന്നത്, അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതേ സമയം തന്നെ മറ്റ് ചില ജയൻസ് ഇതിനെതിരഭിപ്രായം പറയുന്നുണ്ട്, അതായത് ഇതിനേക്കാളൊക്കെ വലുത് കുട്ടികളുടെ ജീവനാണെന്ന്. ഇവിടെ ഇപ്പോൾ പ്രധാന പ്രശ്നം അവന്മാരെന്ത് ഡിമാൻഡ്സ് വെച്ചു എന്നുള്ളതല്ല, നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അതായത് ഈ നാറികളുടെ മുമ്പിൽ കീഴടങ്ങണോ അതോ വേണ്ടയോ എന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികളെ മരിക്കാൻ വിട്ടുകൊടുക്കണമെന്നാണോ നിങ്ങളൊക്കെ കൂടെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ പോയി രക്ഷിച്ചിട്ട് ഇവന്മാരുടെ ഈ വൃത്തികെട്ട കളി അവസാനിപ്പിക്കാം. ഇപ്പോൾ സോളിന്റെ അടുത്ത് ഒളിച്ചിരിക്കുന്ന റോബിനെയും ചോപ്പറിനെയും കാണാം. റോബിൻ ചോപ്പറിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഇവരുടെയൊക്കെ യഥാർത്ഥ പവേഴ്സ് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫൈറ്റിന് പോകുന്നത് മണ്ടത്തരമാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഇവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് ഇനിയും സ്വയം നിയന്ത്രിച്ച് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പോയി ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ നാമി ആണെങ്കിൽ സോമേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കുട്ടികളെ കൊല്ലാൻ പോവാണോ? ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽസ് പോലും ഇങ്ങനെ കുട്ടികളെ തടവിലാക്കിയിട്ട് ഡിമാൻഡ്സ് വെക്കില്ല, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഇപ്പോൾ ഇത് കേട്ട സോമേഴ്സ് പറയുന്നുണ്ട്, ഈ മണ്ടത്തരമൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറ, എന്നെ ഇതൊന്നും ഒരു തുള്ളി പോലും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഇപ്പോൾ റിപ്ലി ആണെങ്കിൽ ഞാനും കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് ഫ്രാങ്കിനോട് പറയുന്നു. അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യ റിപ്ലൈ എന്ന് ഫ്രാങ്കിയും പറയുന്നുണ്ട്. ഇപ്പോൾ ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്, നമുക്ക് 2 ടീമായിട്ട് തിരിയാം. ഒരു ടീമാണെങ്കിൽ മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യട്ടെ, അതേപോലെ തന്നെ മറ്റേ ടീം കുട്ടികളെ റെസ്ക്യൂ ചെയ്യാനും പോകും. അപ്പോൾ എല്ലാവരും ആയുധങ്ങൾ എടുത്ത് തയ്യാറാവ്. കുട്ടികൾ ഇപ്പോൾ ഉള്ളത് 8ാമത്തെ മരക്കൊമ്പിന്റെ അടുത്താണ്, നമുക്ക് കപ്പലെടുത്ത് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അങ്ങനെ 8ാമത്തെ മരക്കൊമ്പ് ലക്ഷ്യമാക്കി നമ്മുടെ ജയൻസിന്റെ ടീം പുറപ്പെടുകയാണ്. ഇപ്പോൾ സോമേഴ്സ് ആ ഡെൻഡൻ മുഷി കൂടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ സ്കൂളും ലൈബ്രറിയും കത്തിത്തീരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കിയിരിക്കണം, അതായത് ഒരു ബുക്ക് പോലും ഇവിടെ ബാക്കി ഉണ്ടാവരുത്. നിങ്ങളുടെ കൾച്ചറും ചരിത്രവും എല്ലാം വേരോടുകൂടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഉടനെ റോബിനാണെങ്കിൽ 100 ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു അറ്റാക്ക് സോമേഴ്സിന് നേരെ ലോഞ്ച് ചെയ്യുകയാണ്. ഒരു വലിയ കൈ ഇങ്ങനെ വന്ന് സോമേഴ്സിനെ താടിക്ക് തട്ടി തെറിപ്പിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ സോമേഴ്സ് ആണെങ്കിൽ നേരെ പോയി തലയും കുത്തി താഴെ വീണിരിക്കുകയാണ്. ഇപ്പോൾ ഗുങ്കോ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ട്രോ ഹാറ്റ്സ് റോബിനെ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജിംബെ ആണെങ്കിൽ റോബിനോട് പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം, നമുക്ക് ഇപ്പോഴും അവരുടെ ഫുൾ പവേഴ്സ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്ന്. ഇപ്പോൾ താഴെ വീണ് കിടക്കുന്ന സോമേഴ്സിനെ ഉടൻ തന്നെ 4 കൈകൾ ഉപയോഗിച്ച് റോബിൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സോമേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിയാം, നീ നിക്കോ റോബ്. അപ്പൊ ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ റോബിൻ ആണെങ്കിൽ സോമേഴ്സിന്റെ കഴുത്ത് നടുവും കൂടെ പിടിച്ചോടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നാമിയും ഉസോപ്പും ഒക്കെ പറയുന്നുണ്ട്, നീ തകർത്തു റോബിൻ, നീ അവനിട്ട് ശരിക്കൊരു പണി തന്നെ കൊടുത്തു. ഇപ്പൊ റോബിൻ ആണെങ്കിൽ ഈ താഴെ വീണ് കിടക്കുന്ന സോമേഴ്സിനെ നോക്കിയിട്ട് സോള് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവര് മരണമില്ലാത്ത ആൾക്കാരാണ്, നമ്മളെ കൊണ്ട് ഇവരെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതൊക്കെ. ഇപ്പൊ നോക്കിയ സോമേഴ്സ് ആണെങ്കിൽ എഴുന്നേറ്റിട്ട് നൈസായിട്ട് ആ ഒടിഞ്ഞ കഴുത്ത് നേരെയാക്കിക്കൊണ്ട് ആ ഡെൻഡൻ മുഷിയിൽ കൂടെ വീണ്ടും കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ എൽബാഫ്, ആദ്യത്തെ കുട്ടി ആ മരക്കൊമ്പിൽ നിന്നും താഴെ വീഴാൻ ഇനി 20 സെക്കൻഡുകൾ കൂടി മാത്രം ബാക്കി. എന്റെ ദൈവമേ, ആ പെണ്ണിനെ പോലെ തന്നെ ഇയാൾ ഒരു സോംബിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ റോബിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോമേഴ്സിന്റെ ദേഹത്തേക്ക് ചാടി വീണിട്ട് പുള്ളിയാൻ കെട്ടിപ്പിടിച്ചോണ്ട് ആ മരക്കൊമ്പിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. ഇപ്പൊ സോമേഴ്സ് ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ ഉദ്ദേശം, നിനക്കെന്നോട് പ്രണയമൊന്നും അല്ലല്ലോ അല്ലേ?
അവരെ രക്ഷിക്കാൻ വേണ്ടി നീ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തോ? അതിനുവേണ്ടി സ്വന്തം ജീവൻ വരെ കളയാൻ തയ്യാറാവുകയാണോ നീ? കൊള്ളാം, എനിക്കത് വളരെ ഇഷ്ടമായി. പക്ഷെ നിന്റെ കൂടെ ചത്തു മേലോട്ട് വരാൻ എനിക്ക് തൽക്കാലം ആഗ്രഹമില്ല. റോബിൻ എന്തായി ചെയ്യുന്നതെന്ന് ഉസോപ്പ് അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നു. ഇപ്പൊ ജിംബയാണെങ്കിൽ പറയുന്നുണ്ട്, ഓ മണ്ടി, അവൾ എന്തിനാ അവനെ എടുത്തുകൊണ്ട് താഴേക്ക് ചാടാൻ പോയതെന്ന്. ഇപ്പൊ റോബിനാണെങ്കിൽ സോമേഴ്സിനോട് പറയുന്നുണ്ട്, നീ മരണമില്ലാത്ത ഒരുത്തനാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നിന്റെ ഈ മുള്ളുകൾ ആ കുട്ടികളുടെ ചുറ്റിനും നിന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ ഒരു ചാൻസ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓ, അപ്പൊ എന്നെ ആ കുട്ടികളുടെ അടുത്തുനിന്ന് കുറെ ദൂരത്തേക്ക്, അതായത് ഈ അണ്ടർവേൾഡിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേലുള്ള എന്റെ പവേഴ്സ് ഇല്ലാതെയാവും. അതായിരുന്നു നിന്റെ പ്ലാൻ അല്ലേ? നിനക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സോമേഴ്സ് കുറെ മുള്ളുകൾ റോബിന്റെ ദേഹത്തേക്ക് തറച്ച് കയറ്റുകയാണ്. അപ്പോഴാണ് സോമേഴ്സിന് മനസ്സിലായത് റോബിൻ ഇത്രയും നേരം തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. അതെ ഗൈസ്, റോബിന്റെ ക്ലോൺ ആയിരുന്നു സോമേഴ്സിനെ എടുത്തുകൊണ്ട് താഴേക്ക് ചാടിയത്. ഇപ്പൊ സോമേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഹോ അവള് മാഞ്ഞു പോയല്ലോ, അപ്പൊ അവൾ ആദ്യം തൊട്ടേ എല്ലാം പ്ലാൻ പണി ചെയ്തതാണ്. ഇപ്പൊ റോബിൻ ആണെങ്കിൽ മുകളിൽ അവിടെ സ്ട്രോ ഹാറ്റ്സിനെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് ചെന്നേക്കുകയാണ്. ഇപ്പൊ നാമി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്റെ റോബിനെ നീ ഇപ്പൊ ചെയ്ത ഒരു ക്ലാസ് ഐറ്റം ആയിരുന്നു, എനിക്കിത് രോമാഞ്ചം വരെ വന്നു. ഹോ, ഒരു കത്തി ഉപയോഗിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഈ കെട്ടൊന്നും അഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് റോബിൻ ഇവരോട് പറയുന്നുണ്ട്. ഹോ, അപ്പൊ ആ ഗുങ്കോയുടെയും പവർ കളഞ്ഞാലേ ഞങ്ങൾക്ക് കെട്ടഴിച്ച് പുറത്തു വരാൻ പറ്റുള്ളൂ എന്ന് ഉസോപ്പ് ചോദിക്കുന്നുണ്ട്. ആ പാവം പിടിച്ച ബ്രൂക്കിനെ ഗുങ്കോ ആണെങ്കിൽ ദേഹം ഫുള്ള് ബാൻഡേജ് ചുറ്റി മമ്മിയുടെ കൂട്ടാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ താഴെ വീണെന്ന് വിചാരിച്ച സോമേഴ്സ് ഡെൻഡൻ മുഷി കൂടെ വീണ്ടും സംസാരിക്കുന്നവർക്ക് കേൾക്കാം. ഇവൻ വീണ്ടും വന്നോന്ന് ഇങ്ങനെ ആലോചിച്ച് റോബിനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ സോമേഴ്സ് അയാളുടെ ആ പവർ ഉപയോഗിച്ച് വലിയൊരു മുള്ളിന്റെ വള്ളി ആ മരക്കൊമ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ അവിടെ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പൊ സോമേഴ്സ് പറയുന്ന എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല്, ആ കുട്ടി താഴേക്ക് വീഴാൻ ഇനി 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഉത്തരം വേണം ജാറുൾ. ഗുങ്കോ, നീ ആ നിൽക്കുന്ന പെങ്കൊച്ചിന്റെ സൗണ്ട് എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. വാ തുറന്ന് എന്തെങ്കിലും പറയൂ കൊച്ചേ. ഇപ്പൊ റോഞ്ച ആ ഡെൻഡൻ മുഷിയിലൂടെ സംസാരിക്കുകയാണ്. അവള് പറയുകയാണ്, ജാറുൾ സമ, എനിക്ക് നമ്മുടെ സ്കൂൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിവിടെ കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ലൈബ്രറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം പുസ്തകങ്ങൾ നമ്മളെ ഈ ലോകത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ മറ്റുള്ളവരെ ശല്യം ചെയ്യരുതെന്നും അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരോട് ചെയ്യരുതെന്നും എന്നെ എൻ്റെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്കൂളും ലൈബ്രറിയും നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ആ തീരുമാനം ഇവിടെയുള്ളവരെ എല്ലാം വിഷമത്തിലാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് താഴേക്ക് വീഴുന്നതാണ് നല്ലത്. ജാറുൾസമ, നിങ്ങൾ ആരും എന്നെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നല്ല ഭാഗ്യമുള്ളവളാ. ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാം കലങ്ങി തെളിയും. ഇപ്പോൾ റോഞ്ചയുടെ ഇത്രയും മെച്ചുവേർഡായിട്ടുള്ള ഈ സംസാരം കേട്ടിട്ട് എല്ലാവരും നല്ല വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോമേഴ്സ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ 2, 1 എന്നിങ്ങനെ പറഞ്ഞ് കൗണ്ട് ഡൗൺ അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ഉടനെ ജാറിൽ വിളിച്ചു പറയുന്നുണ്ട്, ആഞ്ചേ നീ സ്കൂളിന് തീയിട്, അതേപോലെ നമ്മുടെ ഔൾ ലൈബ്രറിയും കത്തിച്ചേക്ക്. ഇപ്പൊ ആഞ്ചേ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ സോളും റോബിനും ഒക്കെ ഇത് കേട്ടിട്ട് ഇങ്ങനെ തകർന്ന് നിൽക്കുകയാണ്. ഇപ്പൊ നോക്കിയ സോമേഴ്സ് ആണെങ്കിൽ കയറി വന്നിട്ട് ആ റോബിനെ മുള്ളുകൾ കൊണ്ട് ചുറ്റി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയ എന്തോ ഒന്നിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. അതെന്ത് തന്നെ ആയാലും സോമേഴ്സിന്റെ ഒരു കൈ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെന്തു മറിമായം, എന്റെ കൈ എപ്പോഴത്തെയും പോലെ റീജനറേറ്റ് ആവുന്നില്ലല്ലോ. ഇപ്പൊ വെട്ടിയതാരാണെന്ന് നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ ഇതുപോലെ ഒന്ന് നേർക്ക് നേരെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗബാൻ സോമേഴ്സിന് നേരെ വരുന്നത് കാണാം. സ്കോപ്പർ ഗബാനോ എന്ന് പറഞ്ഞ് സോമേഴ്സ് ഇങ്ങനെ ഞെട്ടുന്നത് നമുക്ക് കാണാം. ഇപ്പൊ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ സോമേഴ്സിന്റെ നെഞ്ചിനിട്ടൊരു വെട്ടു കൊടുത്തിട്ടുണ്ട് ഗബാൻ. കോൺകൊറേഴ്സ് ആക്കി വെച്ചിട്ടാണ് അണ്ണം പണിയുന്നത്. അതുകൊണ്ട് ഇവന്റെ റീജനറേഷൻ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ സോമേഴ്സിനെയും വെട്ടി നല്ല കലിപ്പ് മോഡിൽ നിൽക്കുന്ന ഗബാനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുന്നത്. അടുത്ത ആഴ്ച ബ്രേക്ക് ആണ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാപ്റ്റർ 1149 എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.